കുട്ടനാടിന്റെ ശബ്ദം നിയമസഭയിൽ കൂടുതലായി ഉയർന്നു കേട്ട ദിവസമായിരുന്നു ജൂലൈ 10 ബുധൻ. പാലങ്ങൾക്ക് വേണ്ടി തോമസ് കെ തോമസ് MLA മുറവിളി കൂട്ടി. പൊതുമരാമത്ത് മന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞ മന്ത്രി സജി ചെറിയാന്റെ വാക്കുകളിൽ കുട്ടനാട്ടുകാർ തൃപ്തരാകുമോ? ഒന്ന് കണ്ടും കേട്ടും നോക്കാം. നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ വേളയിലായിരുന്നു കുട്ടനാട് MLA തോമസ് കെ തോമസ് കുട്ടനാടിന്റെ പ്രത്യേകതകളും പാലങ്ങളുടെ ആവശ്യവുമൊക്കെ വിശദീകരിച്ചത്. ഒരുപാട് പ്രതിസന്ധികൾ കൂടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കടത്തുവള്ളവും ബോട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാനൊക്കത്തുള്ളൂ. ഈ സ്ഥാനങ്ങളിൽ സാർ ഞങ്ങൾക്ക് 14 പാലങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പിണറായി ഗവൺമെന്റ് തന്നത്. G. സുധാകരൻ അവറുകൾ ഇവിടുന്ന് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സമയത്ത് 14 പാലങ്ങൾ ഞങ്ങൾക്ക് തന്നു. സാർ പല കാരണങ്ങളാലും ഈ പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചില്ല. അതിന് പല റീസൺസ് ഉണ്ട് സാർ. തട്ടാശ്ശേരി പാലം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു നിൽക്കുകയാണ്. സാർ എന്താണത് ടെൻഡർ ചെയ്യാത്തത്? എന്താണ് അതിന്റെ കാരണം? ഞാൻ ഉദ്യോഗസ്ഥരുമായിട്ട് നിരന്തരം മീറ്റിംഗ് നടത്തുന്നു, അവരെ വിളിച്ചു ചോദിക്കുന്നു. ഒരു പ്രാവശ്യം പറഞ്ഞു അതിന്റെ ഹൈറ്റ് ഇച്ചിരി കൂടെ കൂട്ടിയിടുന്നുണ്ട്, അപ്രോച്ച് റോഡിന് ഒരു പ്രത്യേകത തരണം. സാർ ഇതൊന്നും ജനങ്ങളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ആധികാരികമായിട്ട് ഈ വിഷയത്തിൽ ഗവൺമെന്റ് ഇടപെട്ട് എത്രയും പെട്ടെന്ന് തട്ടാശ്ശേരി പാലം അത് ടെൻഡർ ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചേ ഒക്കത്തുള്ളൂ. സാർ പല പാലങ്ങളും കുട്ടനാടിനെ സംബന്ധിച്ച് അപ്രോച്ച് റോഡുകൾ വരുമ്പോൾ പാലങ്ങളിൽ നിന്നും അപ്രോച്ച് റോഡ് ഇറങ്ങുന്ന സമയത്ത് അത് താന്നു പോകാറാണ്. അതിന് സാറിന് കുട്ടനാട് എന്ന് പറയുന്ന സ്ഥലം 2 മീറ്ററോളം ഊള അല്ലെന്നുണ്ട് ചെളിയുള്ള പ്രദേശമാണ്. എത്ര വയലടിച്ചാലും അത് താഴോട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഏകദേശം 2 വർഷം മുമ്പ് ഈ വിഷയം ഇവിടെ കൊണ്ടുവന്നതാണ്. സബ്മിഷനായിട്ട് കുട്ടനാട്ടിലെ എല്ലാ പാലങ്ങളുടെയും അപ്രോച്ച് റോഡുകൾ എന്ന് പറഞ്ഞാൽ അപ്രോച്ച് റോഡിലേക്ക് വരുന്ന ഇത് 0 ലാൻഡിംഗ് ആക്കണം എന്ന് ഒരു നിർദ്ദേശം വെച്ചിരുന്നു. താൻ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചമ്പക്കുളം പാലത്തിന്റെ താഴെ കഴിഞ്ഞ അനേകം നാളുകളായിട്ട് താന്ന് ഒരു വണ്ടി പോലും കയറാൻ മേലാത്ത അവസ്ഥയിലായിരുന്നു. ആരാധനായ PWD മിനിസ്റ്റർ സാർ എന്തു പറഞ്ഞാലും ആ വിഷയത്തിന് അദ്ദേഹം ഇടപെടുകയും തക്കതായ മറുപടി തരികയും അതിന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു PWD ടൂറിസം മിനിസ്റ്ററാണ് നമുക്കുള്ളത്. പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. കാരണം കുട്ടനാടിന്റെ അവസ്ഥ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന മന്ത്രിയാണ് അദ്ദേഹം. സാർ ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ കുട്ടനാട്ടിലുള്ള എല്ലാ പാലങ്ങളും ഇനി പണിയുന്നതും മുമ്പ് പണിഞ്ഞതായിട്ടുള്ള സകല പാലങ്ങളുടെയും അപ്രോച്ച് റോഡുകൾ 0 ലാൻഡിംഗിലാക്കി തന്നേ ഒക്കത്തുള്ളൂ. വിഷയം പൊതുമരാമത്തിന്റേതായിരുന്നെങ്കിലും വകുപ്പ് മന്ത്രിയുടെ അസാന്നിധ്യത്തിൽ മന്ത്രി സജി ചെറിയാനാണ് മറുപടി പറഞ്ഞത്. ബഹുമാനപ്പെട്ട MLA ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ഉന്നയിച്ച പാലങ്ങളുടെ നിർമ്മാണവും തുരുത്തുകളിൽ അകപ്പെടുന്ന ജനങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടാനുള്ള കരുത്താണ് പാലങ്ങൾ. കുട്ടനാടൻ മേഖലയിൽ പാലങ്ങൾക്ക് ആ നിർവചനമാണ് ചേരുക. പൊതുമരാമത്ത് പാലങ്ങൾ വിഭാഗത്തിലും കിഫ്ബി പദ്ധതികളുമായി 14 പാലങ്ങളിൽ അതിനായി 392.66 കോടി രൂപയാണ് കുട്ടനാട് മേഖലയിൽ അനുവദിച്ചിരിക്കുന്നത്. ഇവ സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്ന ഉത്തരവാദിത്തമാണ് പൊതുമരാമത്ത് വകുപ്പിന് മുമ്പിലുള്ളത്. കിഫ്ബി പദ്ധതി ഉൾപ്പെട്ട പടഹാരം പാലം ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിച്ചു. അതിന്റെ 82% പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈ വർഷം അവസാനം അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, അത് ഈ വർഷം അവസാനം അത് പൂർത്തീകരിക്കാൻ കഴിയും. മറ്റ് 13 പാലങ്ങൾ ഇപ്പോൾ സ്ഥലം ഏറ്റെടുക്കലിന്റെ വിവിധ ഘട്ടങ്ങളാണ്. സാർ, കുട്ടനാട്ടിലെ പാലങ്ങൾ ഇത്രയും കൊടുക്കാൻ കഴിയുമ്പോൾ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ സ്ഥല ലഭ്യതയുടെ പ്രശ്നമുണ്ട്, സ്ഥലം ഏറ്റെടുക്കലിന്റെ പ്രോസസ്സിന്റെ പ്രശ്നമുണ്ട്. അതാണ് താമസം വന്നത്, അല്ലാതെ മറ്റു തരത്തിലല്ല. എന്താണ് മനസ്സിലാക്കേണ്ടത്? കാര്യങ്ങൾക്ക് പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകുമെന്നോ അതോ തൽസ്ഥിതി തുടരുമെന്നോ? നടപടിക്രമത്തിൽ വേഗത വരുത്തി അടിയന്തരമായി പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ സർക്കാർ ഇടപെടണമെന്നാണ് ശ്രദ്ധ ക്ഷണിക്കലിൽ MLA ആവശ്യപ്പെട്ടത്. പരമാവധി വേഗത്തിൽ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള എല്ലാ ഇടപെടലുകളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നായിരുന്നു മന്ത്രിയുടെ ഉറപ്പും മറുപടിയും. കാത്തിരിക്കാം. എത്രനാൾ കാത്തിരിപ്പ് തുടരും എന്നതിന് മാത്രം ഉറപ്പില്ല. താറാവ് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. പക്ഷിപ്പനിയുടെ പേരിൽ രോഗം വരാത്ത പക്ഷികളെ കൊന്നൊടുക്കുന്നതും ദീർഘകാലത്തേക്ക് താറാവുകളെ വളർത്തരുത് എന്ന് പറയുന്നതും അശാസ്ത്രീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിലെ താറാവ് കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ താറാവ് കർഷകരുമായി ആശയവിനിമയം നടത്താൻ തലവടിയിലെത്തിയപ്പോഴായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് MP തന്റെ നിലപാട് വ്യക്തമാക്കിയത്. നിലവിൽ ഉള്ള എല്ലാ താറാവുകളെയും കൊന്നൊടുക്കാനും അതോടൊപ്പം തന്നെ
അടുത്ത 6 മാസം വരെ താറാവ് കൃഷി നടത്താൻ പാടില്ല എന്ന സർക്കാർ നിർദ്ദേശം വരികയും ചെയ്ത സാഹചര്യത്തിൽ താറാവ് കൃഷി പ്രതിസന്ധിയിലാകുകയും ഈ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന നൂറുകണക്കിന് കർഷകർ അവർ പട്ടിണിയിലേക്കും ആത്മഹത്യയിലേക്കും ചെന്നെത്തുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തുടക്കത്തിൽ തന്നെ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളന കാലത്ത്, അതായത് കഴിഞ്ഞ 6-ാം തീയതി ആരംഭിച്ച പാർലമെന്റ് സമ്മേളന കാലത്ത് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായി. ഈ താറാവുകളെ കൊല്ലുന്നതിന് പകരം അവയ്ക്ക് ആവശ്യമായ ചികിത്സ നൽകി സംരക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകി. അതുകൂടാതെ ഒരു ലാബ് ഈ പക്ഷിപ്പനി രോഗം വരുന്നത് മുൻകൂട്ടി അറിയാനും, അങ്ങനെ മുൻകൂട്ടി അറിഞ്ഞാൽ അതിന് വിദഗ്ധ ചികിത്സ നൽകി ആ താറാവുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി ആലപ്പുഴയിലോ കുട്ടനാട്ടിലോ ഒരു ലാബറട്ടറി തുടങ്ങി പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. മുഖ്യമന്ത്രിയുമായി ചേരുന്ന സമ്മേളനത്തിലും പാർലമെന്റിലും താറാവ് കർഷകരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. രോഗസ്ഥിരീകരണം എളുപ്പമാക്കാനും പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനും കുട്ടനാട്ടിൽ ലബോറട്ടറി സൗകര്യം ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തലോടി പഞ്ചായത്ത് 9ാം വാർഡ് മെമ്പർ സുജ സ്റ്റീഫന്റെ വസതി കേന്ദ്രീകരിച്ചായിരുന്നു യോഗം. DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ വർഗീസ് കോലത്തുപറമ്പ്, ജോയി ചക്കനാട് എന്നിവരും MPക്കൊപ്പമുണ്ടായിരുന്നു. കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി പെഡസ്ട്രിയൻ ക്രോസിംഗ് സംവിധാനം ഒരുക്കി ചങ്ങനാശ്ശേരി നഗരസഭ. വാഴൂർ റോഡിൽ SB ഹൈസ്കൂളിന് മുൻഭാഗത്താണ് സംവിധാനം ആരംഭിച്ചിരിക്കുന്നത്. SB ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ആൻസ് ഗേൾസ് സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളുടെ യാത്രയും സുരക്ഷയും കണക്കിലെടുത്താണ് ട്രാഫിക് പോലീസിന്റെ സഹകരണത്തോടെ പെഡസ്ട്രിയൻ ക്രോസിംഗ് ഒരുക്കിയിരിക്കുന്നത്. തിരക്കേറിയ വാഴൂർ റോഡിൽ റോഡ് കുറുകെ കടക്കാൻ വിദ്യാർത്ഥികളും കാൽനടക്കാരും വളരെ പ്രയാസം നേരിടുകയാണ്. പുതിയ സംവിധാനം ഇതിനൊരു പരിഹാരമാകും എന്നാണ് പ്രതീക്ഷ. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 8:15 മുതൽ 10 വരെയും വൈകുന്നേരം 3:15 മുതൽ 5:30 വരെയുമാണ് പ്രവർത്തനം. CCTV ക്യാമറയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. സ്കൂൾ അധികൃതർക്കും ട്രാഫിക് ദൃശ്യങ്ങൾ ലഭിക്കുന്ന വിധമാണ് ക്രമീകരണം. പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ ബീന ജോബി നിർവഹിച്ചു. കൈയടിച്ച് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിന് കൈയടിക്കുകയാണ് നമുക്കെല്ലാവർക്കും. ഇപ്പം പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അതായത് സൗണ്ട് സിസ്റ്റം, അതിനകത്ത് ബീപ്പ് സൗണ്ടും അലാറും എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ കാഴ്ച പരിമിതിയുള്ളവർക്കും കേൾവി പരിമിതിയുള്ളവർക്കും ഇവിടെ ക്രോസ് ചെയ്യാനായിട്ട്, സിബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്യാനായിട്ട് വളരെ സുഗമമായി സാധിക്കും. കാരണം ഇത് ഓട്ടോമാറ്റിക് സംവിധാനമാണ് ഇന്ന് ഇതിൽ ആക്കിയിരിക്കുന്നത്. ഈ സിസ്റ്റം ഓണാക്കി കഴിയുമ്പോഴത്തേക്കിനും അതിനകത്ത് ആ ബീപ്പ് സൗണ്ടിലൂടെ കാഴ്ച പരിമിതിയുള്ളവർക്കും സീബ്ര ലൈനിൻ്റെ ഈ അലാറത്തിൻ്റെ അടുത്തേക്ക് എത്താനും അതിൽ നിന്ന് മുഴങ്ങുന്ന അലാറത്തിൻ്റെ ആ ഒരു സൗണ്ടിൻ്റെ സഹായത്തോടെ സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് വളരെ സുരക്ഷിതമായി എത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ 2 സ്കൂളുകളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് 2 ക്യാമറ സിസ്റ്റവും ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് അധ്യക്ഷനായിരുന്നു. SB ഹൈസ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ക്രിസ്റ്റോ നേര്യമ്പറമ്പിൽ, SHO വിനോദ് കുമാർ, പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി മാത്യൂസ്, പ്രധാന അധ്യാപകൻ ഫാദർ റോജി വല്ലയിൽ, ട്രാഫിക് പോലീസ് ഇൻസ്പെക്ടർമാരായ തോമസ് ജോസഫ്, PP മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഓട്ടോമാറ്റിക് സംവിധാനത്തിന്റെ പ്രവർത്തനം എങ്ങനെയെന്നാൽ, റോഡ് കടക്കാനായി പെഡസ്ട്രിയൻ സംവിധാനത്തിനടുത്ത് കാത്തുനിൽക്കുക. സിഗ്നലിൽ ചുവന്ന ലൈറ്റ് മാറി കാൽനടക്കാർക്കുള്ള പച്ച ലൈറ്റ് തെളിയുമ്പോൾ ഉപകരണത്തിൽ നിന്ന് അലാം കേൾക്കാം. അപ്പോൾ ഉപകരണത്തിന് മുൻപിലുള്ള ഡോം വൈബ്രേറ്റ് ചെയ്യും. തുടർന്ന് റോഡ് കുറുകെ കടക്കാനുള്ള സിഗ്നൽ തുടർച്ചയായി പ്രകാശിക്കും. ഈ സമയം വാഹനങ്ങൾക്കായി സിഗ്നൽ സംവിധാനത്തിലൂടെ ചുവപ്പ് ലൈറ്റ് തെളിയും. കാഴ്ച പരിമിതക്കാർക്ക് ഉപകരണത്തിന്റെ ബീപ്പ് ശബ്ദവും, കേൾവി പരിമിതക്കാർക്ക് ഡോമിൽ സ്പർശിച്ചു നിന്നാൽ കിട്ടുന്ന വൈബ്രേഷനും റോഡ് കുറുകെ കടക്കുന്നതിന് പ്രയോജനപ്പെടും. കുട്ടനാട്ടിലെ CPIM നേതാവായിരുന്ന VG കുട്ടപ്പന്റെ 14ാം ചരമവാർഷിക ദിനം ആചരിച്ചു. പാർട്ടി ജില്ലാ സെക്രട്ടറി R നാസർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭിവൃദ്ധ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലത്ത് തുടങ്ങിയ പ്രവർത്തനം CPIM 64 രൂപീകരിക്കുമ്പോൾ ആ CPMൽ ഉറച്ചു നിന്നു. ശരിയായ നിലപാട് സ്വീകരിച്ച് CPM ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നു. ഇവിടെ ഈ കുട്ടനാട് നിലനിന്നുള്ള കർഷക തൊഴിലാളികളുടെ സമരങ്ങൾ
ചെത്തൊഴിലാളികളുടെ സമരങ്ങൾ, ഇതിനെല്ലാം ധീരമായി നേതൃത്വം കൊടുത്തുകൊണ്ട് കർഷക തൊഴിലാളി പ്രസ്ഥാനം ഏറ്റവും ശക്തമായ പ്രസ്ഥാനത്തിൽ വളർത്തിയെടുക്കാൻ, ചെത്തൊഴിലാളി പ്രസ്ഥാനം ഏറ്റവും ശക്തമായ രൂപത്തിൽ വളർത്തിയെടുക്കാൻ എല്ലാം നേതൃത്വപരമായ പങ്കാണ് അദ്ദേഹം വഹിച്ചത്. അതിലെ ഒരു അംഗമായിരുന്നു, അതിൻ്റെ നേതാവായി മാറുക, അതിലെ മുഴുവൻ അംഗങ്ങളുടെയും താല്പര്യവും സംരക്ഷിക്കുകയും പ്രതിനിധിക്കാൻ യൂണിയന്റെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുക. ഈ രൂപത്തിൽ അങ്ങനെ പണിയെടുക്കുന്ന ജനവിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ അദ്ദേഹമുണ്ട്. സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയോടെയാണ് അനുസ്മരണ ചടങ്ങുകൾക്ക് തുടക്കമായത്. സമ്മേളനത്തിൽ കുട്ടനാട് ചെത്തുതൊഴിലാളി യൂണിയൻ CITU ജനറൽ സെക്രട്ടറി KR പ്രസന്നൻ അധ്യക്ഷനായിരുന്നു. CPIM കുട്ടനാട് ഏരിയ സെക്രട്ടറി G ഉണ്ണികൃഷ്ണൻ, നേതാക്കളായ KK അശോകൻ, NB വിൻസെന്റ്, PV രാമഭദ്രൻ, K മോഹൻലാൽ, MD ചന്ദ്രൻ, KR രാംജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഓൾ കേരള സ്കൂൾ ഹെൽത്ത് നഴ്സസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ DMO ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. എല്ലാ മാസവും കൃത്യമായി ശമ്പളം നൽകാൻ അധികാരികൾ തയ്യാറാകണമെന്നും ആവശ്യം. കഴിഞ്ഞ ഏപ്രിലിൽ പ്രഖ്യാപിച്ച ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിലും അരിയർ വിതരണം ചെയ്യാത്തതിലും ശമ്പള വിതരണം മുടങ്ങുന്നതിലും പ്രതിഷേധിച്ചാണ് ഓൾ കേരള സ്കൂൾ ഹെൽത്ത് നഴ്സസ് യൂണിയൻ CITU നേതൃത്വത്തിൽ DMO ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. CITU ജില്ലാ കമ്മിറ്റി അംഗം മുകുന്ദൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് തീർച്ചയായിട്ടും ഇത്തരം നേഷന്മാരെ അവരുടെയൊക്കെ പരിതാപങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ശമ്പളം കൃത്യമായിട്ട് കൊടുക്കാനും അവർക്ക് പരിഷ്കരിച്ച ശമ്പളം കൊടുക്കുവാനും അതിൻ്റെ അരിയർ കൊടുക്കുവാനും അത് എഴുതി പുതുക്കിയ ശമ്പളം കൊടുക്കാനും ഉള്ള ഒരു സംവിധാനം ഉണ്ടായില്ല എങ്കിൽ നിത്യവും നമുക്കറിയാമല്ലോ, ഓരോ ദിവസം ചെല്ലുന്തോറും സാധനങ്ങളുടെ വില കുതിച്ചു വരികയാണ്. എന്തെല്ലാം കേരള ഗവൺമെൻറ് ചെയ്തിട്ട് പോലും അതിനൊന്നും പരിഹാരം ഉണ്ടാകാത്ത രൂപത്തിൽ സാധനത്തിൻ്റെ വില നിലവാരം ഉയർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സഹായമാണ് കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട 60% ശമ്പളം കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടത് മാത്രം തന്നെ കൊടുത്താൽ മതി. ബാക്കി 40% കേരള ഗവൺമെൻറ് എടുത്തോളും. അപ്പോൾ അതെങ്കിലും കൊടുത്ത് ഇതും കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സുഖമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള CITUവിനെ പ്രവർത്തിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർ മനസ്സിലാക്കുന്നത്. ഓൾ കേരള സ്കൂൾ ഹെൽത്ത് നഴ്സസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CS ജിബിൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് G മോൾ, ജില്ലാ സെക്രട്ടറി SD സിനിമോൾ, കൃഷ്ണകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. പുളിങ്കുന്നാറ്റിൽ ജങ്കാർ സർവീസ് ആരംഭിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ജങ്കാർ സമ്പാദക സമിതി. ഇത് സംബന്ധിച്ച് നടത്തിയ വിശദീകരണ യോഗത്തിലായിരുന്നു സമിതി ഭാരവാഹികളുടെ പ്രഖ്യാപനം. ജങ്കാർ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് വലിയ തുടർ സമരത്തിനാണ് ജങ്കാർ സമ്പാദക സമിതി രൂപം കൊടുത്തത്. എന്നാൽ സർവീസ് എത്രയും വേഗം ആരംഭിക്കാൻ നടപടി സ്വീകരിച്ചതായി തോമസ് K തോമസ് MLA അറിയിച്ചതോടെ തുടർ സമരം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിശദീകരണ യോഗം ചേർന്നത്. എന്നാൽ സർവീസ് ആരംഭിക്കാൻ വൈകിയാൽ തുടർ സമരം ഉണ്ടാകുമെന്നും സമിതി ഭാരവാഹികൾ പറഞ്ഞു. സമിതി ചെയർമാൻ അലക്സ് മാത്യുവിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ജങ്കാർ സർവീസ് പുനഃസ്ഥാപിക്കാൻ യത്നിച്ച മുഴുവൻ സംഘടനകളെയും നേതാക്കളെയും സമിതി ഭാരവാഹികൾ അഭിനന്ദിച്ചു. സമിതി കൺവീനർ PR സതീശൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനം CPIM അടക്കം അവരെന്നോട് ബന്ധപ്പെടുകയുണ്ടായി. അവരെയും നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഈ പരിപാടിക്ക് വേണ്ടി നിങ്ങൾ ക്ഷണിക്കുവാൻ ഇവിടുത്തെ രണ്ട് LC സെക്രട്ടറിമാരെയും ഞാൻ ക്ഷണിക്കുകയുണ്ടായി. അപ്പം നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം എന്ന നിലയിൽ പോലും നമ്മളോട് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്താകുമെന്ന് കൃത്യമായും മനസ്സിലാക്കിയ ഭരണ നേതൃത്വം ഇന്ന് വീണ്ടും ഈ ജങ്കാർ സർവീസ് പുനരാരംഭിക്കാനുള്ള തീരുമാനം എടുത്തതായി ഇപ്പോൾ അവരുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എടുത്തതായി നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കൃത്യമായും അറിഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ എക്സിക്യൂഷൻ നടക്കേണ്ടിയിരിക്കുന്നത് നടപ്പിലാക്കലും ഉണ്ടാകണം. സ്വാഭാവികമായി അതിന്റെ സാങ്കേതിക താമസമുണ്ടാകും. പക്ഷേ തത്വത്തിൽ ഈ ജങ്കാർ സർവീസ് പാലം വരുന്നത് വരെ പുനഃസ്ഥാപിക്കണമെന്നുള്ള തീരുമാനം എടുപ്പിക്കുവാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ ശക്തമായ പ്രക്ഷോഭത്തിന്റെ ഫലമായി സാധിച്ചു എന്നത് നമ്മുടെ വലിയൊരു നേട്ടമായി നാം ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ജോൺ C ടിറ്റോ, ബാബു വടക്കേക്കളം, AS വിശ്വനാഥൻ, ഔസേപ്പച്ചൻ വെമ്പാടന്തറ, ഷാരോൺ ടിറ്റോ, ബിജു സേവ്യർ, ലൂയിസ് പരുത്തിയേക്കൽ എന്നിവർ സംസാരിച്ചു. അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ജാഗ്രതാ ബോധവൽക്കരണ ക്ലാസ് നടത്തി. റിട്ടയർഡ് എക്സൈസ് കമ്മീഷണർ മുരളീധരൻ നായർ കരുനാഗപ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ക്ലാസ് നയിക്കുകയും ചെയ്തു. KK കുഞ്ചുപിള്ള മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ഈ കുട്ടിയെ വളർത്തുന്ന കാര്യത്തിൽ
കുട്ടിയിലെ ശ്രദ്ധ ചെലുത്തുന്ന കാര്യത്തിൽ ആ രക്ഷിതാക്കൾ വൻ പരാജയമായിരിക്കുന്നു. എന്നുവെച്ചാൽ തങ്ങൾ കിടന്ന് ഉറങ്ങുന്ന വീടിന്റെ ടെറസിന്റെ മുകളിൽ വളരുന്ന കഞ്ചാവ് ചെടിയെ അത് പരിപോഷിപ്പിക്കുന്ന വളവും വെള്ളവും നൽകുന്ന മകനെ മനസ്സിലാക്കാനായിട്ട് ആർക്ക് കഴിഞ്ഞിട്ടില്ല? വിദ്യാസമ്പന്നരായിട്ടുള്ള ഈ രക്ഷിതാക്കൾക്ക് കഴിഞ്ഞില്ല. അപ്പൊ വിദ്യാസമ്പന്നത എന്ന് പറയുന്നതോ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നതോ യഥാർത്ഥത്തിൽ എന്തല്ല കുട്ടികളെ വളർത്തുന്നതിലെ നല്ല രക്ഷിതാവാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നല്ല രക്ഷിതാവ് എന്ന് പറയുന്നതിന് തന്നെ എനിക്കൊന്ന് നിർവചനങ്ങളൊക്കെ മാറി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പേരൻസ്, ഗാർഡിയൻഷിപ്പ് എന്നൊക്കെ പറയുന്ന, അധ്യാപകർ എന്നൊക്കെ പറയുന്നതിന് തന്നെ പുതിയ പുതിയ നിർവചനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ താമസിക്കുന്നത്. ഞാൻ വിനാശകരം എന്ന് പറയട്ടെ, ഞാനൊരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ആലപ്പുഴ ജില്ലയിൽ തന്നെ പോയപ്പോൾ ആ സ്കൂളിലെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു വിദ്യാർത്ഥി പറയുകയാണ്, അവിടുത്തെ ഒരു അധ്യാപകൻ തന്നെ ഈ കുട്ടികളുമായിട്ട് ഈ ഡ്രഗ്സ് കൈമാറാറുണ്ട്, അവർ തമ്മിലുള്ള സംസാരങ്ങൾ അങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഞാൻ എല്ലാ അധ്യാപകരും എന്ന് പറയുന്നില്ല, അധ്യാപകരാകട്ടെ, ഡോക്ടറാകട്ടെ, എഞ്ചിനീയർ ആകട്ടെ, രാഷ്ട്രീയക്കാരനാകട്ടെ, അഡ്വക്കേറ്റ്സ് ആകട്ടെ, ആരാകട്ടെ, ഇതിലെല്ലാം ഡ്രഗ്സ് ഉപയോഗിക്കുന്നതും മോശപ്പെട്ട സ്വഭാവമുള്ള ആളുകളുമുണ്ട്. ജാഗ്രതാ സദസ്സിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് കെ പി കൃഷ്ണദാസ് അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ BR പ്രീത, PTA പ്രസിഡന്റ് ലാൽ, ഗ്രന്ഥശാല സെക്രട്ടറി NS ഗോപാലകൃഷ്ണൻ, അധ്യാപകരായ വിജയകുമാർ, സ്വപ്ന രാജി തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാടിന്റെ ആദ്യ MLA തോമസ് ജോൺ വിട പറഞ്ഞിട്ട് 43 വർഷങ്ങൾ തികയുന്നു. നേതാവിനെ അനുസ്മരിച്ച് സ്മാരകത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് യോഗവും ചേർന്നു. പുളിങ്കുന്ന് റോഡ് മുക്കിലുള്ള തോമസ് ജോൺ സ്മാരകം കേന്ദ്രീകരിച്ചായിരുന്നു പരിപാടികൾ. അനുസ്മരണ യോഗം കോൺഗ്രസ് നേതാവ് അലക്സ് മാത്യു ഉദ്ഘാടനം ചെയ്തു. 43ാമത് വർഷവും തോമസ് ജോണിൻ്റെ ജാണിച്ചായൻ്റെ ചരമവാർഷികം ആചരിക്കുകയാണ്. ഇപ്പോൾ ചെറിയ മഴ ഇവിടെ പെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ മുട്ടറ്റം വെള്ളമുള്ളപ്പോഴും അരയറ്റം വെള്ളമുള്ളപ്പോഴും ജൂലൈ മാസം 11-ാം തീയതി മഴക്കാലമാണെങ്കിലും നമ്മൾ കൃത്യമായി ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്. 43 വർഷം നമ്മൾ ഇവിടെ ചെയ്തതുപോലെ മഹാനായ വ്യക്തിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ നമ്മളുടെ പുഷ്പങ്ങൾ വിതറുകയാണ്. നമ്മളെല്ലാവരും പുഷ്പചക്രം ഇവിടെ അവതരിപ്പിക്കുന്നു. യോഗത്തിൽ ബാബു വടക്കേക്കളം അധ്യക്ഷനായിരുന്നു. AS വിശ്വനാഥൻ, ജോൺ C ടിറ്റോ, PR സതീശൻ, ജോളി ജോസഫ്, ജോഷി പരുത്തിയേക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ജൂലൈ 14 ഞായറാഴ്ച പുന്നക്കുന്നം സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ വിപുലമായ അനുസ്മരണ സമ്മേളനവും തോമസ് ജോൺ പുരസ്കാര സമർപ്പണവും നടത്തുന്നതായിരിക്കും. ചങ്ങനാശ്ശേരി നഗരസഭയിലെ ജീവനക്കാർക്കായി ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനം പുനരാരംഭിച്ചു. 2 വർഷത്തിലേറെ പ്രവർത്തനരഹിതമായിരുന്ന പഞ്ചിംഗ് മെഷീനാണ് ജൂലൈ മുതൽ പ്രവർത്തനം ആരംഭിച്ചത്. 3 മെഷീനുകളാണ് പ്രവർത്തിക്കുന്നത്. ജനറൽ, റവന്യൂ, ആരോഗ്യം, എഞ്ചിനീയറിംഗ് വിഭാഗങ്ങൾക്ക് മുൻപിലായാണ് മെഷീനുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. രാവിലെയും വൈകിട്ടും സർക്കാർ ജീവനക്കാർ കൈവിരൽ പതിപ്പിച്ച് പഞ്ചിംഗ് രേഖപ്പെടുത്തും. 2018 അവസാനത്തോടെയാണ് നഗരസഭയിൽ ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനം ഏർപ്പെടുത്തിയത്. പിന്നീട് കോവിഡ് മഹാമാരിയും അതിനെ തുടർന്നുണ്ടായ നിയന്ത്രണങ്ങളും വന്നതോടെ സർക്കാർ നിർദ്ദേശപ്രകാരം പഞ്ചിംഗ് നിർത്തിവെച്ചു. കോവിഡിന് ശേഷം പുനരാരംഭിക്കാൻ ശ്രമിച്ചെങ്കിലും സാങ്കേതിക തടസ്സങ്ങളും നേരിട്ടു. പഞ്ചിംഗ് സംവിധാനമില്ലാത്തത് മുതലാക്കി പല ജീവനക്കാരും ജോലി സമയത്ത് മുങ്ങുന്നതായും ആക്ഷേപമുണ്ടായിരുന്നു. നന്നാക്കാനുള്ള ശ്രമങ്ങൾ ഉദ്യോഗസ്ഥർ തടസ്സവാദങ്ങൾ നിരത്തി തടഞ്ഞതായും ആരോപണം ഉയർന്നിരുന്നു. പഞ്ചിംഗ് വീണ്ടും നടപ്പാക്കിയതോടെ ജീവനക്കാരുടെ സേവനം കൃത്യമായി ജനങ്ങൾക്ക് ഉറപ്പുവരുത്താൻ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് സാധിച്ചുവെന്ന് നഗരസഭാ അധ്യക്ഷ ബീന ജോബിയും ഉപാധ്യക്ഷൻ മാത്യൂസ് ജോർജും പറഞ്ഞു. വലിയ അപകടത്തിലേക്ക് വിരൽ ചൂണ്ടി കാത്തിരിപ്പ് കേന്ദ്രം. വാഴൂർ റോഡിൽ ചങ്ങനാശ്ശേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ കോൺക്രീറ്റ് ഷെയ്ഡ് ഏത് സമയവും ഇളകി നിലം പതിക്കാവുന്ന സ്ഥിതിയിലാണ്. ജീവൻ പണയപ്പെടുത്തി ബസ് കാത്തു നിൽക്കേണ്ട ഗതികേടിലാണ് വാഴൂർ റോഡിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെത്തുന്ന യാത്രക്കാർ. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ കോൺക്രീറ്റ് ഷെയ്ഡ് ഏത് സമയവും ഇളകി നിലം പതിക്കാവുന്ന സ്ഥിതിയിലാണ്. റോഡിലേക്ക് ഇളകി നിൽക്കുന്ന ഈ ഭാഗം കാൽനട യാത്രക്കാർക്കും ഭീഷണിയാണ്. അപകട ഭീഷണി കാരണം പലരും കാത്തിരിപ്പ് കേന്ദ്രത്തിന് പുറത്താണ് ബസ് കാത്തു നിൽക്കുന്നത്.
കോവിഡ് കാലത്ത് നാട്ടിലെത്തിയ വിദേശ മലയാളിക്ക് മത്സ്യകൃഷിയിൽ അഭിമാന നേട്ടം. നൂതന മത്സ്യകർഷകനുള്ള 2ാം സ്ഥാനം നേടി ശ്രദ്ധേയനായിരിക്കുകയാണ് തലവടി സ്വദേശി അലക്സ് മാത്യു. തലവടി പഞ്ചായത്ത് 9ാം വാർഡിൽ മുപ്പരത്തിൽ വീട്ടിൽ അലക്സ് മാത്യു ആണ് നൂതന മത്സ്യകർഷകനുള്ള സംസ്ഥാനത്തെ 2ാം സ്ഥാനം സ്വന്തമാക്കിയത്. കോവിഡിനെ തുടർന്ന് 2019 ഡിസംബറിൽ നാട്ടിലെത്തിയ അലക്സ് മാത്യു കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞിരുന്നു. ജൈവ പച്ചക്കറി കൃഷിയാണ് ആദ്യം ആരംഭിച്ചത്. വീട്ടാവശ്യത്തിനായി സ്വന്തം തൊടിയിൽ കുഴിയെടുത്ത് പ്ലാസ്റ്റിക് പടുത വിരിച്ച് വെള്ളം കെട്ടി നിർത്തി മത്സ്യകൃഷിയും ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ തന്നെ വൻ വിജയമായി തീർന്ന മത്സ്യകൃഷി വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുവാനും പിന്നീട് തീരുമാനിച്ചു. ഇതിനായി 60 മീറ്റർ ക്യൂബ് വലിപ്പമുള്ള 4 ടാങ്കുകൾ സ്ഥാപിച്ചു. കല്ലുമുട്ടി, തിലാപ്പിയ, വളർത്തുവാള എന്നിവയുടെ മത്സ്യക്കുഞ്ഞുങ്ങളെ ടാങ്കിൽ നിക്ഷേപിച്ച് പരിചരിച്ചു. പുതിയ സംരംഭം ജനശ്രദ്ധ ആകർഷിച്ചതോടെ സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ പ്രശംസയും അലക്സ് മാത്യു ഏറ്റുവാങ്ങി. ഇതോടെ സംസ്ഥാന നൂതന മത്സ്യകർഷകനുള്ള 2ാം സ്ഥാനവും അദ്ദേഹം കരസ്ഥമാക്കി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഫിഷറീസ് മന്ത്രി സജി ചെറിയാനും ചേർന്ന് മത്സ്യകർഷകനായ അലക്സ് മാത്യുവിന് അവാർഡ് നൽകി ആദരിച്ചു. മത്സ്യകർഷക ദിനത്തിൽ മത്സ്യകർഷകനുള്ള സംസ്ഥാനത്തെ 2ാം സ്ഥാനം നേടിയ അലക്സ് മാത്യുവിനെ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് എന്നിവർ പൊന്നാട നൽകി ആദരിച്ചു. നൂതന മത്സ്യകർഷകനുള്ള സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനം ലഭിച്ചിരിക്കുകയാണ്. അത് നമുക്ക് തലവടിക്കുന്നു അഭിമാനകരമാണ്. ആ അഭിമാന മുഹൂർത്തത്തിൽ ആ സന്തോഷത്തിൽ പങ്കുചേരാനാണ് പ്രിയങ്കരിയായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി തലവടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയായ പ്രിയങ്കരിയായ സുജാ സ്റ്റീഫൻ അവர்களுം നമ്മളോടൊപ്പമുണ്ട്. ഈ സംരംഭത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നൂതന മത്സ്യ കർഷകനുള്ള അവാർഡ് വാങ്ങി വന്നിരിക്കുകയാണ്. ഇത് സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനമാണ് അലക്സ് മാത്യു ലഭിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഐറ്റോമ്പർ പറഞ്ഞ പോലെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനും അഭിമാനം, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഞങ്ങളുടെ തലവടി പഞ്ചായത്തിനും തലവടി നിവാസികൾക്ക് അഭിമാനമായി. തലവടി ഗ്രാമപഞ്ചായത്ത് അംഗം സുജാ സ്റ്റീഫനാണ് അലക്സ് മാത്യുവിന്റെ ഭാര്യ. ചെറുകോൾ ശ്രീ ശുഭാനന്ദ ആശ്രമത്തിൽ ആനന്ദജി ഗുരുദേവന്റെ ജന്മശതാബ്ദി സമാപന ആഘോഷങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. ഈ മാസം 21 ചേരുന്ന സമാപന സമ്മേളനം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. സമാപന ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ശ്രീ ശുഭാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി സ്വാമി ഗീതാനന്ദൻ, മനോജ് ഭരുമല, രമേശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശുഭാനന്ദ ഗുരുദേവന് ശേഷം ശുഭാനന്ദാശ്രമത്തെയും ആത്മബോധോദയ സംഘത്തെയും 26 വർഷത്തെ തന്റെ ത്യാഗോജ്ജലമായ തിരുവാഴ്ചയിലൂടെ വളർത്തിയെടുത്ത ബ്രഹ്മശ്രീ ആനന്ദജി ഗുരുദേവ തിരുവടികളുടെ ഉത്രാട ജന്മ നക്ഷത്ര ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനമായി ആത്മബോധോദയ സംഘത്തിന്റെ കേന്ദ്ര സ്ഥാപനമായ മാവേലിക്കര ചെറുകോൾ ശ്രീ ശുഭാനന്ദാശ്രമത്തിൽ 10 ദിവസങ്ങളിലായി ഈ ശതാബ്ദി ആഘോഷങ്ങൾ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് വിവിധ സ്കൂളുകളിലെ കുട്ടികളെയും അധ്യാപകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സെമിനാറുകൾ, വിവിധ സമ്മേളനങ്ങൾ. ജൂലൈ 12 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിൽ വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 9:30 ആശ്രമ പ്രദക്ഷിണത്തിന് ശേഷം ആനന്ദജി ഗുരുദേവന്റെ ഛായാചിത്രം മഠാധിപതി ദേവാനന്ദ ഗുരുദേവൻ പ്രതിഷ്ഠിക്കും. ഉച്ചയ്ക്ക് 1 വിദ്യാഭ്യാസ സെമിനാറും പഠനോപകരണ വിതരണവും നടത്തും. ശനിയാഴ്ച പരിസ്ഥിതി സംരക്ഷണ സെമിനാറും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞായറാഴ്ച ആയുർവേദ മെഡിക്കൽ ക്യാമ്പും കാർഷിക സെമിനാറും നടത്തും. 15 ആരോഗ്യ പരിപാലനം എന്ന വിഷയത്തിലും 16 നവമാധ്യമങ്ങളും പുതുതലമുറയും എന്ന വിഷയത്തിലും സെമിനാർ നടത്തും. തുടർന്നുള്ള ദിവസങ്ങളിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ്, പ്രകൃതി ചികിത്സാ ക്യാമ്പ് എന്നിവയുണ്ടായിരിക്കും. 19 ഉത്രാടം ജന്മശതാബ്ദി ആഘോഷം, 20 രഥവാഹന ഘോഷയാത്ര എന്നിവ നടത്തും. മന്ത്രിമാരായ P. പ്രസാദ്, വീണ ജോർജ്, സജി ചെറിയാൻ തുടങ്ങിയവർ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6705 രൂപ.
പവന് 53,640 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.